അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10ാം ക്ലാസ്സിലെ തസ്കിയയിലെ 4ാമത്തെ പാഠം ലാ തഅകുൽ ലഹ്മ അഖീക മൈത, അതിലുള്ള തദ്രീബാത്ത് ഖുറാസത്തു തദ്രീബാണ് നമ്മൾ നോക്കുന്നത്, പരിശീലന പുസ്തകം. അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? നഖറഉ ആണ്, വായിക്കാനാണ്. മാളി മുളാരി മസ്തർ. റജമാൻ മാളി വന്നതിന്റെ മുളാരി എർജുമു റജുമു. നാലന്റെ മാളി വന്നാൽ എനാലു നെയില്. ഇൻഹമസ വന്നാൽ അതിന്റെ മുളാരി എൻഹമിസു മസ്തർ ഇൻറിവാസ്. അങ്ങനെ അംസായും ഇംസാവ്. ഇസ്തഹിയ യസ്തഹി ഇസ്തഹിയാ. ആവദ യുആവിദു മുആവദത്ത്. ഖാഅ യഖീഉ ഖൈഅ. തഖയ്യ തഖയ്യ തഖയ്യുഅ. ഇജ്തനബ ഇജ്തനിബു ഇജ്തിനാബ്. തജസ്സസ യതജസ്സസു തജസ്സുസ്. യഗ്താബ യഗ്താബു യഗ്തിയാബ്. പിന്നെ പറയുന്ന അർത്ഥം ഇതാണ്. നക്തുബുൽ മാന. ലഹ്മ എന്ന് പറഞ്ഞാൽ മാംസം, റജും എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക, മുഹ്സൻ എന്ന് പറഞ്ഞാൽ വിവാഹിതൻ, ഇറു പറഞ്ഞാൽ അഭിമാനം, അലക്ക പറഞ്ഞാൽ രക്തക്കട്ട, മയ്യത്ത് പറഞ്ഞാൽ ശവം, ഇഖ്റാർ സമ്മതിക്കൽ, ഉഖൂബത്ത് ശിക്ഷ, ജീഫത്ത് ശവം, ഫതാത്ത് പറഞ്ഞാൽ യുവതി, ഇസ്മ പറഞ്ഞാൽ കുറ്റം, തവ്വാബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അതങ്ങനെയായി. ഇനി നമ്മൾ സന്ദർഭം വ്യക്താക്കാനാണ്, കണ്ടെത്താനാണ്. ഉരീദു അൻ തുത്ഹിറനി എന്ന് പറഞ്ഞല്ലോ, അങ്ങ് എന്നെ ശുദ്ധിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതെപ്പോഴാണ് ഈ വാക്കുണ്ടായ സന്ദർഭപ്പോഴാണ്? അസ്ലം ഗോത്രക്കാരനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ വന്ന് ഞാൻ വ്യഭിചരിച്ചു എന്ന് 4 തവണ സത്യം ചെയ്തു പറഞ്ഞപ്പോൾ, 4 സാക്ഷികളല്ല, 4 തവണ സത്യം ചെയ്തു പറഞ്ഞപ്പോൾ നബി അദ്ദേഹത്തെ തൊട്ടു തിരിഞ്ഞു കളഞ്ഞു. പക്ഷെ അദ്ദേഹം തന്റെ കുറ്റത്തിൽ നിന്ന് പരിപൂർണമായി മുക്തനാകണമെന്ന് ആഗ്രഹിച്ച് നബിയോട് പറഞ്ഞതാണിത്, എന്നെ ശുദ്ധിയാക്കി തന്നെ പറ്റൂ. കുലാമിൻ ജീഫത്തി ഹാദിൽ ഹിമാർ. ഇത് പറഞ്ഞേ എന്താർത്ഥം? നിങ്ങൾ രണ്ടുപേരും ഈ കൈതയുടെ ശവത്തിൽ നിന്ന് തിന്നു. ഈ വാക്കുണ്ടായ സന്ദർഭം എപ്പോഴാണ്? എന്താണത്? കല്ലെറിയപ്പെട്ട ആളെ പരദൂഷണം പറഞ്ഞ 2 ആളോടും അല്പസമയത്തിന് ശേഷം ചത്ത കൈതയുടെ സമീപത്തു കൂടി നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. ഈ 3 ഇന്നഹുമാ ലം തസൂമാ. ഈ വാക്ക് എപ്പോഴാ ഉണ്ടായത്? എന്നർത്ഥം എന്താ? തീർച്ച അവർ രണ്ടുപേരും നോമ്പെടുത്തിട്ടില്ല, തീർച്ച. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഒരു ദിവസം നോമ്പെടുക്കാനും ഞാൻ പറയുമ്പോൾ മാത്രം എല്ലാവരും നോമ്പ് മുറിച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും നോമ്പ് എടുത്തു. നബിയുടെ സമ്മതപ്രകാരം നോമ്പ് മുറിച്ചു. എന്നാൽ 2 യുവതികൾ നോമ്പ് എടുത്തു. അവർ സമയമായപ്പോൾ മുറിക്കാൻ സമ്മതത്തിന് വേണ്ടി നബിയിലേക്ക് ആളെ വിട്ടു. അയാൾ പലവട്ടം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമ്മതം നൽകിയില്ല, കൊടുത്തില്ല. പിന്നീട് നബി തങ്ങൾ അവർ 2 ആളും നോമ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ആ വിഷയം ഒന്നുകൂടി പറയുവാണെങ്കിൽ കേട്ടോ. പിന്നെ ഇനി 4 ഈ രക്തക്കട്ടകൾ അവരുടെ വയറുകളിൽ ശേഷിക്കുകയാണെങ്കിൽ അവർ 2 പേരെയും നരകം തിന്നുമായിരുന്നു. ഈ വാക്കുണ്ടായ സന്ദർഭം എപ്പോഴാണ്? നബി തങ്ങൾ ആ യുവതികളോട് ഛർദ്ദിക്കാൻ പറയുകയും അവർ രക്തക്കട്ട ഛർദ്ദിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചു പറഞ്ഞതാണിത്. അപ്പൊ അതുമായി. ഇനി അടുത്തത് വാക്യങ്ങളിൽ പ്രയോഗിക്കാം. ശേഷം 5 പദങ്ങൾ പറയുന്നു. ഇൻഹമസ, അംസ, ഇഗ്താബ, തജസ്സസ, വല്ല. ഈ 5 വാക്കുകൾ, ഓരോ വാക്ക് ഉപയോഗിച്ച് ഓരോ പദങ്ങൾ, ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കണം. ഇൻഹമസൽ അലിമു ഫി ഉത്വാലഅത്തിൽ കുതുബ്. അംസൽ ജൗ ബാരിദ. ഇഗ്താബ റജുൽ അഖാഹു. തജസ്സസൽ ജാസൂസു അലൽ അദുവ്. വല്ലൽ മുഅല്ലിമു വാഖിഫ. അർത്ഥം അറിയായിരിക്കും അല്ലേ? പിന്നെ നമ്മളെ ഉൽഫറാവ്, വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. എന്താ പൂരിപ്പിക്കേണ്ടത്?
قبل العيب غيرك من كل من الناس من عيب له سلما. كل من الناس من عيب له سلما. അപ്പൊ പുസ്തകം നോക്കി തെറ്റാതെ പൂരിപ്പിക്കണം കേട്ടോ, അതാണ് പഠിക്കുമ്പോൾ. إن الظراف متى كنت ما كنت تركله باقي ولو بجهل جرى بنفسك التلف. ഞാൻ അർത്ഥം പറയാം. നഷ്റഹുൽ മാന അർത്ഥം പറയാനുള്ളതാ, അർത്ഥം വിശദീകരിക്കും. لا تغتبن أحدا فضلا عن العلماء ولو بسبب لما في لعنه الغفور. നീ ഒരാളെയും പ്രദൂഷണം പറയരുത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ മറന്നാലും അത് ചെയ്യരുത്, കാരണം അവരുടെ മാംസത്തിൽ വിഷം ഉണ്ട്. പിന്നെ വലാത്ത അതൊരു പാട്ടാ അല്ലെ? അതിനെന്താണ് പറയുന്നത്? ഇതിനർത്ഥം പറയണം. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇരിക്കാതെ മുറിവുകളിൽ മാത്രം ഇരിക്കുന്ന ഈച്ചയെ പോലെ നീ ആകരുത്. ഇനി എന്താ പറയുന്നത്? ഇനി പറയാനുള്ളത് ഓരോന്നും ചേരുമ്പോൾ ചേർക്കാൻ, ഓരോ പദങ്ങളും പറ്റുന്നതിനോട് ചേർക്കും. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അത് മുദക്കർ എന്ന് പറഞ്ഞു നമ്മള്. ആ മുദക്കറിന് ഉപയോഗിക്കുന്ന ഫീല് കൊടുക്കുന്നത് ഫാസിഖ് പറഞ്ഞാല് തെഹത്താബ് പറഞ്ഞാൽ പെണ്ണിന് ഉപയോഗിക്കുന്നതാണ്. യഹത്താബ് പറ്റുക ഫാസിഖ് യഹത്താബു. ഞാൻ ഫാസിഖ് മുഅന്നസായ പദാണ്. അപ്പൊ അതിന് പറ്റിയ ഫീൽ ഏതാണ്? തെഹത്താബു അല്ലെ? സർഫാക്കി പഠിച്ചിട്ടില്ലേ? യഹത്താബ യഹത്താബ് യഹത്താബ യഹത്താബു യഹത്താബു യഹത്താബാനി യഹത്താബൂന. പിന്നെ തെഹത്താബ് അല്ല തെഹത്താബ് അതാട്ടാ. പിന്നെ ബക്ക പറഞ്ഞ കരഞ്ഞുന്ന. ആരാ കരഞ്ഞ്? കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ബക്കാറി, പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ ബക്കത്ത് എന്ന് പറയാ. ബക്കൽ വലതു ബക്കത്തിൽ ബിന്തു. ഓക്കെ, അത് ഈസി കേട്ടോ. തഖ്സീസ് ഗീബത്ത് അഥവാ പരദൂഷണത്തെ കുറിച്ച് നമുക്കൊരു ആശയം എഴുതാം. അടിച്ചു പൊളിച്ച് എഴുതണം കേട്ടോ, ഉഷാറായിട്ട് എഴുതണം. നെക്കുത്തുന്നു. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. വായിക്കണപ്പോഴൊക്കെ പരദൂഷണം എന്നത് ഒരാളില്ലാത്തപ്പോൾ അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതാണ്. അത് ഇസ്ലാമിൽ വലിയ പാപമായാണ് കണക്കാക്കപ്പെടുന്നത്. പരദൂഷണം പറയുന്നതും കേൾക്കുന്നതും ഒരുപോലെ തെറ്റാണ്. ഇത് സമൂഹത്തിൽ അസൂയയും വിദ്വേഷവും വളർത്തുന്നു. പരദൂഷണം മനുഷ്യബന്ധങ്ങൾ തകർക്കാൻ കാരണമാകുന്നു. ഒരാളുടെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ഇത് വഴിയൊരുക്കുന്നു. നാവുകൊണ്ടുള്ള ദോഷങ്ങളിൽ ഏറ്റവും വലുതാണ് പരദൂഷണം. ഒരാളുടെ പരദൂഷണം പറയുന്നത് അവന്റെ പച്ചമാംസം തിന്നുന്നത് പോലെയാണ്. ഇത് ചെയ്യുന്നവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് ഓർക്കുക. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ട ഉമ്മത്തായി കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദുമാർ സർവ്വപാപങ്ങളും പുറത്തേരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഖബറാളികളായ മാതാപിതാക്കൾ ഉസ്താദുമാരുണ്ട്, അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങളെ നീ തെരഞ്ഞെടുത്തല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് ആഖിറത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാക്കി തരണേ അല്ലാഹ്. പരലോക ജീവിതത്തിന്റെ രക്ഷക്കുള്ള വഴിയാക്കി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.